ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു അൺബോക്സിംഗ് ആണ്. ട്രൈപോഡൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ മോണോപോഡ് കാണാറില്ല. അപ്പോൾ യൂണിവേഴ്സൽ മോണോപോഡാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റിവ്യൂ മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഈ റിവ്യൂ കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങളിത് പോയി വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പോയി വാങ്ങിക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൻ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ അൺബോക്സിംഗ് വീഡിയോസുകളും ടെക് വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മോണോപോഡ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മോണോപോഡ്. അത് സാധാരണ മൊബൈൽ ഹോൾഡർ എന്നാണെങ്കിൽ പറയാം. ഇത് മൊബൈൽ ഫോൺ ഹോൾഡർ ചെയ്യാൻ മാത്രം ഡിസൈൻ ചെയ്ത ഒരു മോണോപോഡാണ്. അപ്പോൾ ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 ഗ്രാമാണ്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 30 ഗ്രാമാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന് ലോഡിംഗ് കപ്പാസിറ്റി പക്ഷേ 500 ഗ്രാം വരെ ഇത് ലോഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതിന്റെ ഹൈറ്റ് റേഞ്ച് എന്ന് പറയുന്നത് 35 മില്ലിമീറ്റർ മുതൽ 73 മില്ലിമീറ്റർ വരെ. സാധാരണ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ നന്നായി ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ. ഇതിന്റെ ക്ലിപ്പ് റേഞ്ച് എന്ന് പറയുന്നത് 55 മില്ലിമീറ്റർ മുതൽ 85 മില്ലിമീറ്റർ വരെയാണ്. അതിന്റെ അകത്തുള്ള സർഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസ് ആണ്. നമ്മുടെ ഫോണിന് യാതൊരുവിധ പ്രശ്നങ്ങളും വരാതെയുള്ള നല്ല സർഫേസ് ഉണ്ട്. അതുപോലെ റബ്ബർ ഗ്രിപ്പ് ഇതിനുണ്ട്. നമുക്കായിട്ട് നന്നായിട്ട് ടൈറ്റ് ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് ട്രൈപോഡിലൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് നോക്കാം. മുകൾ വശത്തിലുള്ള സ്ക്രൂ ആയിട്ട് വെച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.